ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ഇതൊക്കെ ആരുടെ ആശയമായിരുന്നു? അതെല്ലാം അനന്തകൃഷ്ണൻ്റെ ആശയം. നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ 30 വർഷമായിട്ട് എൻ്റെ പ്രസ്ഥാനം നടത്തിയിട്ടുമില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. അയാൾ കൊണ്ടുവന്ന ആശയം മാത്രമല്ല, അയാൾ അതേ ആശയം 5 വർഷമായിട്ട് ഇടുക്കി ജില്ലയിൽ 2-3 സൊസൈറ്റി മുഖാന്തരം നടത്തിയിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരൊറ്റ ആളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ തട്ടിപ്പ്? എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ 4 കമ്പനി, അയാൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്, അയാളാണ് മുഴുവൻ പണം സ്വീകരിക്കുന്നത്, അവർക്ക് റെസീറ്റ് കൊടുക്കുന്നത് ഇയാളാണ്, അവരായിട്ട് എഗ്രിമെൻ്റ് വെക്കുന്നത് ഇയാളാണ്, എല്ലാം ഇയാളുടെ ഒരു കൺട്രോളിലാണ് പോയിരുന്നത്. അപ്പോൾ അയാളൊരു തീർച്ചയായിട്ടും അയാൾ മാത്രമാണ് അതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും അയാൾ മാത്രമായി. സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്, സായി ഗ്രാമം പോലുള്ളൊരു വലിയൊരു പ്രസ്ഥാനം, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അങ്ങേക്ക് ഇത് നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്നുള്ളത്. അല്ല, അത് എന്താണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കൂടെ കൂടുന്നവർ നമ്മളെ നന്നാക്കാനൊന്നുമല്ല, പക്ഷെ നമ്മളെ ചതിക്കാനാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ചെറിയ അബദ്ധങ്ങൾ പറ്റണം ജീവിതത്തിൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചതിക്കപ്പെട്ടു എന്നാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളുടേതായിട്ടുള്ള കോണ്ടാക്റ്റുകളും നമ്മളുടേതായിട്ടുള്ള എല്ലാ സോഴ്സുകളും എല്ലാത്തിലും അയാൾ കൂടെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഉദ്ദേശം ഇതാണ്. തീർച്ചയായിട്ടും ചതിക്കപ്പെട്ടതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ അങ്ങ് 2ാം പ്രതിയാണ്. അതെ, അത് എനിക്കിതുവരെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ചാനൽ മുഖാന്തരമാണ് അറിഞ്ഞത് ഞാൻ. അങ്ങനെ FIR-ൽ 2ാം പ്രതി അന്വേഷിച്ച് കണ്ടെത്തട്ടെ. തീർച്ചയായിട്ടും. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നതായാലും തയ്യൽ മെഷീൻ കൊടുക്കുന്നതായാലും ലാപ്ടോപ്പ് കൊടുക്കുന്നതായാലും ഇതിൻ്റെയൊക്കെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം മിക്കയിടത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ചെയർമാനായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10% പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു, ഞാൻ ചെയർമാനായിരുന്ന സമയത്ത്. അതിനുശേഷം അതായിട്ട് ഈ 7-8 മാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അവരെന്ത് ചെയ്യണമെന്നുള്ള വിവരവും ഞാൻ അറിയുന്നില്ല. എന്നുവെച്ചാൽ അതൊരു പ്രത്യേക ഒരു ബോർഡും കാര്യങ്ങളും ഒരു പുതിയ ചെയർമാനും ഒക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നതാണ്. അത് രാജിവെച്ചതിന് ശേഷം, അതിന് മുമ്പ് അങ്ങ് അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ലേ? അല്ല, അന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അന്ന് ഇത്ര വലിയ വോളിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ചെറിയ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് പറഞ്ഞത്, നമ്മളുടെ ബോർഡ് മീറ്റിങ്ങിൽ പലതവണ കണക്ക് ചോദിക്കുകയും നിങ്ങൾ എത്ര വണ്ടി കൊടുക്കാണ്ട്, നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ കണക്ക്, മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ തയ്യാറില്ല എന്നുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു മനസ്സാവുമ്പോൾ നമ്മളതായിട്ടൊന്നും സഹകരിക്കാൻ പറ്റൂലല്ലോ. ഇതൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് രാജിവെക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് പരാതിപ്പെട്ടില്ല? അല്ല, തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ സുതാര്യത കുറവ് കൊണ്ട് രാജിവെച്ചതിന് ശേഷം പിന്നെ അതിനുശേഷം എന്താണ് നമ്മൾ ഒന്നാമത്തേന് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയിൽ എനിക്കൊരു പരിചയമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പ്രസ്ഥാനം അല്ലാതെ വേറെ ഒരു കാര്യത്തിലും നമ്മൾ പോകാറുമില്ല. അപ്പം അതിന് ഒരു പബ്ലിക്കായിട്ട് ഞാൻ അന്ന് പത്രത്തിൽ കൊടുത്തു, എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ഞാൻ ഇതിനകത്തായി എന്നുള്ള കാര്യം എൻ്റെ ബോർഡിനെ അറിയിച്ചു. അത്രേ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇതിൽ? പലരും ഇപ്പം അനന്തകൃഷ്ണനെ കൊണ്ടുവന്നത് ഒരു കോൺഗ്രസ് ആണ്, നേതാവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യം അല്ല, രാഷ്ട്രീയമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ഇപ്പോൾ ലാലി വിൻസെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അവർ സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്നല്ലാണ്ട് ഇതിനൊരു രാഷ്ട്രീയം എന്താണെങ്കിലും നമ്മൾ കാണുന്നില്ല. രാഷ്ട്രീയം കാണാൻ പറ്റൂല. ഇതിപ്പോൾ 2ാം പ്രതി ആയിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം? അല്ല, അവരന്വേഷിക്കട്ടെ. ഏതാണെങ്കിലും അന്വേഷണം ഉണ്ടല്ലോ, അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. എന്താണെങ്കിലും 1 രൂപ പോലും ആനന്ദകുമാറോ അല്ലെങ്കിൽ നാഷണൽ NGOs കോൺഫെഡറേഷനോ അല്ലെങ്കിൽ സായി ഗ്രാമത്തിനും യാതൊരു രീതിയിലും യാതൊരുവിധ സാമ്പത്തിക ബന്ധവുമില്ല. അനന്തകൃഷ്ണനും ആനന്ദകുമാറും അല്ലാതെ വേറെയും ഭാരവാഹികളും അംഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഈ കോൺഫെഡറേഷനിൽ. അവർക്ക് ആർക്കും ഒരു ബന്ധവും ഇല്ലല്ലോ? അവർക്കില്ല. അതിനുശേഷം ഞാൻ ഈ രാജിവെച്ചതിന് ശേഷം ഞാൻ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ ആരെങ്കിലും നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നോ, പരാതിപ്പെട്ടിരുന്നോ? എൻ്റെ അടുക്ക് അങ്ങനെ ആരും പരാതിപ്പെട്ടിരുന്നില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണ്, താൻ ചതിക്കപ്പെട്ടു, അനന്തകൃഷ്ണനാണ് ഈ തട്ടിപ്പിനൊക്കെ മുഖ്യ സൂത്രധാരൻ എന്നുള്ള രീതിയിലാണ് ആനന്ദകുമാർ പറയുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.